നമസ്കാരം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ ഇടതുവിരുദ്ധർ സംഘടിതമായി നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് കുറച്ച് വൈകിയെങ്കിലും പാർട്ടിയിലെ അണികളിലായിട്ടുള്ളവർക്ക് ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഇടതുവിരോധരും ഒപ്പം തന്നെ കേരളത്തിലെ മാർക്സിസ്റ്റ് വിരോധികളായിട്ടുള്ളവർ സംഘടിതമായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തി ഈ നാടിനെ നയിക്കുകയും അദ്ദേഹത്തിൻ്റെ മികവിൽ കമ്മ്യൂണിസ്റ്റുകളോടുണ്ടായിരിക്കുന്ന ഒരു ആഭിമുഖ്യവും നാടിന് കമ്മ്യൂണിസ്റ്റുകൾ സമ്മാനിച്ച പുരോഗമനവും ഒരിക്കലും അടയാളപ്പെടുത്താതിരിക്കാനും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കാൻ വേണ്ടി സംഘടിതമായ കേന്ദ്രങ്ങളിലിരുന്ന് ഇടതുപക്ഷ നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അരിവാൾ ചുറ്റിക അടയാളമൊക്കെ വെച്ച ഫേക്ക് ഐഡികളിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ പോലെ പല തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തി വരുന്നത് ഒടുവിൽ പാർട്ടി അണികൾക്കിടയിൽ തന്നെ തിരിച്ചറിവുണ്ടാക്കിയിരിക്കുന്നു. ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് ഒരു സംവിധാനത്തെയും അല്ലെങ്കിൽ ഏതൊരു ടീമിനെയും തകർക്കണമെങ്കിൽ ആ നയിക്കുന്നവനെ ആദ്യം വീഴ്ത്തണം. ആ നയിക്കുന്നവനെ വീഴ്ത്താൻ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധരും പിണറായി വിരുദ്ധരും മാർക്സിസ്റ്റ് വിരോധികളെല്ലാം കൂടി സംഘടിതമായി കഴിഞ്ഞ കുറേ കാലമായി പിണറായിയെ കേന്ദ്രീകരിച്ച് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം നടത്തിയ പ്രചരണങ്ങൾ ഒടുവിൽ ഫലം കണ്ടു എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത്. കാര്യം ആരാണോ മുന്നിൽ നിന്ന് നയിക്കുന്നവനെ വീഴ്ത്തിയാലേ ആ സംവിധാനത്തെ വീഴ്ത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അവർ കുഴിച്ച പല കുഴികളിലും നിർഭാഗ്യവശാൽ പാർട്ടി അണികൾ തന്നെ വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പിണറായി വിജയനെതിരെ ഉയർത്തിവിട്ട പ്രത്യേക അജണ്ട നിശ്ചയിച്ചിട്ടുള്ള പല നുണകളും വ്യാജത്തരങ്ങളും പാർട്ടി അണികൾക്ക് പോലും മനസ്സിലാക്കാനോ പ്രതിരോധിക്കാനോ കഴിയാതെ പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അക്കാര്യത്തിൽ ഇടതുവിരോധരും പിണറായി വിരോധരെല്ലാം വിജയിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിരിക്കുമ്പോൾ പടിയിറങ്ങിപ്പോകുന്ന വ്യക്തിയെ അധിക്ഷേപിക്കുന്ന സന്ദർഭങ്ങളിലെങ്കിലും പാർട്ടിയോട് കൂറും സ്നേഹമുള്ള സഖാക്കൾക്ക് അദ്ദേഹം എന്തായിരുന്നു എന്നും ആ വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പിണറായിയെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അത്തരമൊരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതാണ് നിങ്ങളോട് ഇത്തരം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് തയ്യാറായത്. അതായത് തലസ്ഥാനത്തെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള IP ബിനുവിൻ്റെ ശ്രദ്ധേയമായ ഒരു പോസ്റ്റ് വായിക്കാനിടയായി. നാടത് കേൾക്കേണ്ടതാണ്, സഖാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് വൈകിയായിരുന്നാലും പിണറായി വിജയൻ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചും തലസ്ഥാനത്ത് അടിമുടി സമരമായിരുന്ന ഒരു വ്യക്തി തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ കുറിക്കുമ്പോൾ അത് എല്ലാ സഖാക്കന്മാരുടെയും അറിവിലേക്ക് കൂടിയുള്ള ഒരു സന്ദേശമാണ്, ഒരു മെസ്സേജ് ആണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സഖാവ് പിണറായി വിജയനിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിക്കുന്ന അകത്തും പുറത്തുമുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്, പാർട്ടി സെക്രട്ടറിമാരിൽ ഒരാളാണ്, കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് സഖാവ് പിണറായി വിജയൻ. കേരളം കടന്നുപോയ ജനാധിപത്യ വിരുദ്ധ ഭരണകാലത്തും മഹാമാരികളുടെ കാലത്തും കെടുതികളുടെ കാലത്തും ജനതയെ ഒന്നിച്ചു നിർത്തി കേരളത്തിന്റെ വികസനം സാധ്യമാക്കിയ ആ മനുഷ്യനെ ഇത്രമേൽ അധിക്ഷേപിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഒന്നു മാത്രമാണുള്ളത്. മുന്നിൽ നിന്ന് നയിച്ചാൽ ആദ്യ വെടിയുണ്ട അയാളുടെ നെഞ്ചിൽ തന്നെ തറയ്ക്കും. അറിഞ്ഞുകൊണ്ട് തന്നെ മുൻപിൽ നിന്ന് അദ്ദേഹം നയിച്ചു. അദ്ദേഹം എപ്പോഴും ചിരിച്ചു കാണിച്ചില്ല, ഗൗരവ സ്വഭാവം കാണിച്ചു. എന്നാൽ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ആ ഗൗരവം അനിവാര്യമായിരുന്നു. തൻ്റെ ചുമതല അദ്ദേഹം നിർവഹിച്ചു. ഫാസിസ്റ്റ് സർക്കാരിനോട് പൊരുതി നിന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ ആക്രമണത്തിന്റെ കുന്തമുന സഖാവ് പിണറായി വിജയനിൽ ചെന്നുകൊണ്ടതിൽ അത്ഭുതമില്ല. ഉയർന്ന ഈ വ്യക്തിത്വത്തെ നീചമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്നവർ കാലത്തിനും ചരിത്രത്തിനുമെതിരെ നിൽക്കുന്നവരാണ്. ഒരു തെരഞ്ഞെടുപ്പ് വിജയമോ പരാജയമോ കാലപ്രവാഹത്തിൽ അന്ത്യമല്ല, പോരാട്ടത്തിന്റെ നാൾവഴികളിൽ വച്ചാണ്, നെടും ചാലുകളിൽ വച്ചാണ് ഒരാളുടെ, ഒരു പ്രസ്ഥാനത്തിന്റെ കല്ലും നെല്ലും തിരിയുന്നത്. ഇടതുപക്ഷം ഏറെ പ്രസക്തമാകേണ്ട കാലത്തുകൂടിയാണ് ഇന്ത്യൻ സമൂഹം കടന്നു പോകുന്നത്. തൊഴിൽ നിയമങ്ങളിൽ വരുത്തിയ മാറ്റം ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിച്ചു. കാർഷിക പ്രതിസന്ധി മൂർച്ഛിച്ചു. യുദ്ധവും സാമ്രാജ്യത്വ അടിമത്വവും നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായി തകർത്തുകൊണ്ടേയിരിക്കുന്നു. കുത്തകകളുടെ പൊന്നോമനകളായും അവരുടെ നടത്തിപ്പുകാരായും സംഘപരിവാർ മാറുന്ന ഈ സാഹചര്യത്തിൽ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അപ്പോഴും പിണറായി വിജയനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വങ്ങളിൽ ഉണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ തൊഴിലാളികളുടെയും കർഷകരുടെയും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും സകലമാന അധസ്ഥിതരുടെയും ഉയർത്തെഴുന്നേൽപ്പുകൾക്കായി കാലം ചെവിയോർക്കും. സഖാവ് പിണറായി വിജയനും കടന്നു പോകും. കാലം മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ ആധുനിക കേരളത്തെ പടുത്തുയർത്തുന്നതിൽ സഖാവ് പിണറായി വഹിച്ച പങ്ക്
സുവർണ ലിപികളിൽ രേഖപ്പെടുത്തും. ഇതാണ് IP ബിനു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. എല്ലാം ആ വരികൾക്കിടയിൽ തന്നെ ഉണ്ട്. വ്യക്തി കേന്ദ്രീകൃതമായി നടത്തിയ രാഷ്ട്രീയമായിട്ടുള്ള പല വ്യാജ പ്രചരണങ്ങളും, ഒപ്പം തന്നെ 10 വർഷം ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള അദ്ദേഹത്തിൻ്റെ ഭരണപരമായിട്ടുള്ള മികവും അതിനെ തകർക്കാൻ വർഗീയ ശക്തികൾ ഈ നാട്ടിൽ വർഗീയമായിട്ടുള്ള വികാരം സൃഷ്ടിച്ചും, ഒപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട മനുഷ്യരെക്കുറിച്ച് അവർക്ക് സ്വാധീനമുള്ള മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിട്ടുള്ള തെറ്റായ കാര്യങ്ങളും ചിലരെ തെറ്റിദ്ധരിപ്പിച്ചു. അതിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിച്ച വ്യക്തിക്ക് പരാജയത്തിന്റെ പാപഭാരം പേറി പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് താൽക്കാലികം മാത്രം. ചെയ്ത പ്രവർത്തികൾ, അത് നല്ലതെന്ത് ചെയ്തിട്ടുണ്ടോ, ഇന്ന് നിങ്ങൾ അതിനെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും നാളെ അതിനെ കാലം അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് തിരിച്ചറിഞ്ഞ സഖാക്കൾ പടിയിറക്ക വേളയിലെങ്കിലും പിന്തുണയ്ക്കുന്ന ആ കാഴ്ച അത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അത് IP ബിനു കൃത്യമായി ചെയ്തു എന്ന് ആ പോസ്റ്റ് വായിച്ചപ്പോൾ ബോധ്യപ്പെട്ടു.